സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച പരസ്യ പ്രസ്താവനകൾ പാർട്ടിക്ക് തലവേദന സൃഷ്ടിക്കുന്നതായി കൊല്ലം DCC ഓഫീസിൽ വെച്ച് നടന്ന സർക്കാർ KPCC ഏകോപന സമിതി യോഗത്തിൽ വിമർശനമുയർന്നു. ഘടകകക്ഷി സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചും പരസ്യമായ അഭിപ്രായ പ്രകടനം പാടില്ലെന്ന കർശന നിലപാടാണ് KPCC പ്രസിഡന്റ് VM സുധീരൻ സ്വീകരിച്ചത്. ഗ്രൂപ്പ് പ്രവർത്തനം സംബന്ധിച്ച K സുധാകരന്റെ പ്രസ്താവന ഒഴിവാക്കേണ്ടതായിരുന്നുവെന്നും സുധീരൻ പറഞ്ഞു. കോൺഗ്രസ് അധ്യക്ഷയുടെ നിലപാടുകളും അവരുടെ നയവും അവരുടെ നിലപാടുകളും അവരുടെ അഭിപ്രായങ്ങളും അന്തിമമാണ്. ഏതെങ്കിലും തരത്തിലോ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഏതെങ്കിലും തരത്തിൽ അതിൻ്റെ അന്തസത്തയ്ക്ക് യോജിക്കാത്ത രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഒരു ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ജനകീയ സമരങ്ങൾ സർക്കാർ ഇടപെട്ട് പരിഹരിക്കണം. ദേശീയപാത പുനരധിവാസ പദ്ധതി മാനുഷിക പരിഗണനയോടെ നടപ്പിലാക്കാനും സർക്കാർ തയ്യാറാകണം. പഠന അതോറിറ്റി 17 പാറമടകൾക്ക് അനുമതി കൊടുത്തതായിട്ട് റിപ്പോർട്ടുണ്ട്. അത് മാധ്യമ വാർത്തകളാണ് പ്രധാനമായും അതേ സംബന്ധിച്ചിടത്തോളം ആശ്രയിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ കിട്ടിയിട്ടില്ല. ഏതായാലും ഇതേ സംബന്ധിച്ചിടത്തോളം ഒരു പുനഃപരിശോധന നടത്താൻ ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനങ്ങളിൽ സർക്കാർ കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്നും സുധീരൻ ആവശ്യപ്പെട്ടു. മെറിറ്റ് അടിസ്ഥാനപ്പെടുത്തിയാവണം സർവകലാശാലകളിലെ നിയമനങ്ങൾ. മത്സ്യത്തൊഴിലാളികളെ വെടിവെച്ചു കൊന്ന ഇറ്റാലിയൻ നാവികർക്ക് സുവാ നിയമം ബാധകമാക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, ആര്യാടൻ മുഹമ്മദ്, UDF കൺവീനർ PP തങ്കച്ചൻ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. സർക്കാർ KPCC ഏകോപന സമിതിയുടെ അടുത്ത യോഗം മാർച്ച് 4 ചേരും. മീഡിയ 1 കൊല്ലം.